ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. കാരണം മുഖ്യമന്ത്രിന്റെ പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യമില്ല. ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? മുഖ്യമന്ത്രിന്റെ പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യമില്ല. കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്വാൻ ആവാൻ എനിക്കൊരു ആഗ്രഹമില്ല. പക്ഷേ വികസനം, വികസിത കേരളം, നമ്മുടെ ഒരു പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാടും അതെല്ലാം എന്റെ അടുത്ത് കൃത്യമായിട്ട് ഉണ്ടെന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 ഇഷ്യൂസ് മുമ്പോട്ട് വെച്ചു. അത് പറഞ്ഞത് അയ്യപ്പ സംഗമം 8 സെപ്റ്റംബറിൽ വരാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഇതൊരു റെസ്പോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങള് പാർട്ടിയും ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു ഞങ്ങളുടെ അഭിപ്രായം, ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞു, സർക്കാർ പരിപാടിയല്ല, ദേവസ്വം പരിപാടിയാണെന്ന്. ഞങ്ങൾ ഈ പരിപാടിന്റെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യപ്പൻ സംഗമം ദേവസ്വം അത് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ. 10 കൊല്ലം ഈ ദേവസ്വം ഭക്തന്മാർക്ക് ശബരിമലയിൽ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്യാത്തൊരു ദേവസ്വം, ഭക്തന്മാർക്ക് ഒരു സർവീസോ ഒരു ഗുണവും ചെയ്യാത്തൊരു ദേവസ്വം ഇന്ന് ഇലക്ഷന് മുമ്പ് 4 മാസം മുമ്പ് ഒരു അയ്യപ്പൻ സംഘം നടപ്പിലാക്കണമെങ്കിൽ ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത്, ആ അയ്യപ്പൻ സംഗമം അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസാണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാനാണോ? അപ്പൊ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ പ്രസ് കോൺഫറൻസ് നടത്തുന്നത്? ഇത് രാഷ്ട്രീയം ഇതിലുണ്ട്. ഇത് സർക്കാർ പരിപാടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. മുഖ്യമന്ത്രി ഇതിനെ വേറെ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ മനഃപൂർവ്വം ജനങ്ങളെ വെഡ്ഡിയാക്കാൻ നോക്കരുത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ആരാധനയുടെ ഭാഗമാണെന്ന്. ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയുന്നത്, മുഖ്യമന്ത്രി ഒരു ദൈവവിശ്വാസിയല്ല. മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അതിൽ 99% വിശ്വാസികളാണ്. അപ്പോ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായ ഒരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്?
ആരാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMK-യും വിളിക്കില്ല, വിളിക്കരുത്. ഭക്തന്മാര് ഞങ്ങളാണ്. ഞങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുക, ഞങ്ങളുടെ സെൻസിറ്റിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു വിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രിയാണോ ഈ പ്രോഗ്രാം നടത്തേണ്ടത്? അല്ല, ഇതും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിന് മുസ്ലിം സമുദായത്തിന്റെ എതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം വിശ്വാസിന്റെ പ്രോഗ്രാമിൽ അവരെ ഇൻവൈറ്റ് ചെയ്യോ? അതൊരു ചോദ്യമല്ലേ, ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? അതിന്റെ മറുപടി മുഖ്യമന്ത്രി തരട്ടെ. അപ്പൊ വിശ്വാസികൾ ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം അപമാനം കണ്ട് എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളെ കേസും ജയിലിൽ ഇട്ട് പോലീസ് വയലൻസ് സഹിച്ച വിശ്വാസികളെ കുറിച്ച് നമ്മൾ മറന്നിട്ടുണ്ടോ? ഞങ്ങൾ മറന്നിട്ടില്ല. മുഖ്യമന്ത്രി മറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, അത് മറക്കാൻ സമ്മതിക്കില്ല. അപ്പൊ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഈ ശ്രമം നടത്തരുതെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. രാഷ്ട്രീയമാണെങ്കിൽ പറയണം, ഞങ്ങൾ രാഷ്ട്രീയം ഹിന്ദു വോട്ട് ബാങ്ക് തേടാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങൾക്ക് മറ്റേ വോട്ടൊന്നും കിട്ടുന്നില്ല, അപ്പോ അതിനു വേണ്ടി ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നു. പറയട്ടെ. പിന്നെ മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞു, വിരട്ടരുതെന്ന്. ആ രാഷ്ട്രീയം ഞങ്ങളല്ല ചെയ്യരുത്. ഇത് CPM-ന്റെ രാഷ്ട്രീയമാണ്. ഈ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക, ത്രെട്ടൻ ചെയ്യുക, വിരട്ടന്റെ രാഷ്ട്രീയം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു വ്യൂസ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. സ്റ്റാലിൻ വരാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു ആഗ്രഹം. കാരണം കൃത്യമാണ്, ഇദ്ദേഹം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും DMK പാർട്ടി ഹിന്ദുവിന്റെ എതിരെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞതല്ലേ. അപ്പൊ എന്തിനാണ് അവര് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു അയ്യപ്പ സംഘത്തിന് വിളിക്കുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട്? അവിടുത്തെ ഒരു സെക്രട്ടറിനെ വിളിച്ചാൽ പോരെ, അവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിനെ വിളിച്ചാൽ പോരെ? ഇതെല്ലാം ഒരു ഇന്ത്യ മുന്നണിന്റെ രാഷ്ട്രീയം. പിന്നെ അവസാനം, രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല. ഓക്കെ, സമ്മതിച്ചു. ഞാൻ പിണറായി വിജയൻ പോലെ ഒരു വിദ്വാനല്ല, സമ്മതിച്ചു. പക്ഷെ അങ്ങനത്തെ ഒരു വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല. കാരണം പിണറായി വിജയൻ 5.5 ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ. രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ. വിദ്വാനാണല്ലോ. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ എവിടെ? നമ്മുടെ സംസ്ഥാനത്തിലല്ലേ. ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം വിശ്വാസിയല്ല, ദേവവിശ്വാസിയല്ല, എന്നിട്ടും ശബരിമലയെ കുറിച്ച് 18 തവണ പോയ ഒരു ശബരിമല ഭക്തൻ ഇനി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ. അപ്പോൾ ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല, താല്പര്യമില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ പേരിൽ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്ട് കൊണ്ട് കാണുക. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് പഠിച്ച് ചെയ്യുക. ഇതിനു മുമ്പ് ചെയ്ത അപമാനങ്ങൾ ഇനിയും ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഇത് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു.